ജീവിതത്തിൽ കഴിഞ്ഞ ചില കാര്യങ്ങളൊക്കെ കുറേ വർഷങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞതൊക്കെ ഇന്നലെ എന്ന പോലെ തോന്നും അല്ലേ? ചിലതൊക്കെ ഓരോ കാര്യങ്ങളും നമ്മൾ ഓർത്ത് ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് വലിയൊരു ഗ്യാപ്പൊന്നും തോന്നില്ല. ഇന്നലെ കഴിഞ്ഞ പോലെ, അല്ലെങ്കിൽ കഴിഞ്ഞ മാസം കഴിഞ്ഞ പോലെ, അല്ലെങ്കിൽ കഴിഞ്ഞ കൊല്ലം ചെയ്ത പോലെയൊക്കെ തോന്നും. അങ്ങനെയുള്ള ചിന്ത കൊണ്ട് ഒരു അബദ്ധം 8ന്റെ പണിയാണ് കിട്ടിയത്. അതിനെക്കുറിച്ച് ഞാൻ പറയുന്നത്. കഴിഞ്ഞ ദിവസം ഞങ്ങൾ ക്രിസ്മസ് ആഘോഷിക്കാൻ വേണ്ടിയിട്ട് വയനാട്ടിലേക്ക് ട്രിപ്പ് പോകാൻ വേണ്ടി നിൽക്കുക. നമ്മുടെ റണ്ണിങ് ടീം എല്ലാവരും കൂടെ പോകുന്നത്, കുറച്ച് ആളുകൾ. അപ്പോൾ പോകാൻ വേണ്ടി ഞാൻ സാധാരണ ബൈക്കാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ കാർ എടുത്തിട്ടാണ് പോകണം. അപ്പം ഒരാളെ കൊണ്ട് തന്നെ ഡ്രൈവ് ചെയ്യിക്കണ്ട, എനിക്ക് എടുക്കും ഓട്ടാം എന്നുള്ള ഒരു ധാരണയിൽ ഞാൻ വണ്ടിയിൽ നിന്ന് ലൈസൻസ് എടുത്തിട്ട് എൻ്റെ പോക്കറ്റിൽ വെക്കുമ്പോൾ ഞാൻ അതിൽ ഫോട്ടോസ് ഒന്ന് നോക്കി. മുടി സ്ട്രൈറ്റ് ഒക്കെ ചെയ്ത് നല്ല ചെത്ത് ഫോട്ടോസാണ്. അപ്പൊ വെറുതെ ഡേറ്റ് നോക്കിയപ്പോൾ എന്ത് പറയാനാണ്, എക്സ്പയർ ആയിട്ട് കുറച്ച് കാലമായി. നോക്കണം. എനിക്ക് എൻ്റെ എപ്പോഴും ചിന്തയിൽ ഇതാ ഈ അടുത്ത കാലത്ത് ഞാൻ അവിടെ പോയി എടുത്തു, അവിടുന്ന് വാങ്ങിയതും ഒക്കെ എൻ്റെ മനസ്സിൽ ഇങ്ങനെ പോയി തെളിഞ്ഞു വരുന്നുണ്ട്. നോക്കിയതേ ഇല്ല. പക്ഷെ നിങ്ങളൊന്ന് ആലോചിക്കണം, ഒരു വർഷം ആയിട്ടുള്ളെങ്കിൽ ചെറിയ ഫൈൻ അടച്ചുകയാണെങ്കിൽ ലൈസൻസ് എടുക്കാം. അത് കഴിഞ്ഞാൽ നമ്മൾ ടെസ്റ്റിന് പോകണം. ഒരുപാട് പണിയാണ്. 8ന്റെ പണി കിട്ടും. അത് 5 വർഷം വരെ അങ്ങനെയാണ്. 5 വർഷം കഴിഞ്ഞാൽ പുതിയത് എടുക്കുന്ന പോലെ എടുക്കണം. ഇടണം, 8 ഒരുപാട് പണി ഉണ്ടാവും. അപ്പോ ശ്രദ്ധിക്കുക, എല്ലാവരും അവരവരുടെ രേഖകൾ, പാസ്പോർട്ട്, ലൈസൻസ്, അതുപോലെ മറ്റുള്ള വീടിന്റെ നികുതി, ഇതെല്ലാ സംഗതി അത്യാവശ്യ രേഖകൾ പുതുക്കിയിട്ടുണ്ടോ അടച്ചിട്ടുണ്ടോ എന്നൊക്കെ ഇടക്കൊന്ന് നോക്കുന്നത് നല്ലതാണ്. ഞാൻ ലൈസൻസ് ഇല്ലാത്തതുകൊണ്ട് കുറച്ച് ദിവസം സൈക്കിളിലായിരുന്നു പോക്കുവരവ്. കാരണം ബൈക്ക് എടുക്കാൻ നിയമം അനുവദിക്കുന്നില്ല. അതുകൊണ്ട് എന്തായാലും കടമ്പകളൊക്കെ കടന്ന് ലൈസൻസ് കയ്യിൽ കിട്ടിയിട്ടുണ്ട്. വീണ്ടും വാഹനം ഓടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം നിങ്ങളും ശ്രദ്ധിക്കുക, നിങ്ങളുടെ പ്രധാന പേപ്പേഴ്സ്, ലൈസൻസ്, പാസ്പോർട്ട്, അതുമായിട്ടുള്ള മറ്റുള്ള രേഖകൾ കാലാവധി കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്യുക. കാരണം ഞാനിപ്പോൾ ഇത് പറഞ്ഞ ശേഷം 3 പേര് ലൈസൻസ് എക്സ്പയർ ആയി കിടക്കുന്നുണ്ട്. 6 മാസമായിട്ടൊക്കെ 3 പേര് എന്നോട് പറഞ്ഞു ലൈസൻസ് എക്സ്പയർ ആയി പോയി എന്നുള്ളത്. ഇപ്പോഴാണ് നോക്കിയെന്നുള്ളത്. അപ്പോൾ നിങ്ങൾ നോക്കുക.